ആരാധ്യനുമായ അപ്രിയ സത്യങ്ങൾ കേരള സമൂഹത്തിന് എന്നും കാതോർക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ വീരപുത്രൻ ശ്രീ PC ജോർജ് അവറുകളെ, തലസ്ഥാനത്തെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സമാനതകളില്ലാത്ത ഞങ്ങളുടെ പ്രിയങ്കരനായ തിരുവനന്തപുരം SNDP യൂണിയന്റെ സെക്രട്ടറിയും ശ്രീനാരായണ ട്രസ്റ്റിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ ശ്രീ കിളിമാനൂർ ചന്ദ്രബാബു അവറുകളെ, ഞങ്ങളുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ, ഞങ്ങളുടെ എല്ലാമായ ബഹുമാന്യനായ ഡോക്ടർ M ദേവകുമാർ സാർ അവറുകളെ, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറും ഈ കോളേജിലെ അധ്യാപകനുമായ ഡോക്ടർ KL വിവേകാനന്ദൻ അവറുകളെ, ഈ കോളേജിന്റെ PTA സെക്രട്ടറി നമ്മുടെ ബഹുമാന്യനായ ശ്രീ വിനോദ് C സുഗതൻ സാർ അവറുകളെ, നമ്മുടെ ഓഫീസ് സൂപ്രണ്ട് ശ്രീ S സുരേഷ് അവറുകളെ, നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന പ്രധാന ചടങ്ങിൽ ഒന്നായ നമ്മുടെ സഹപ്രവർത്തകനായ ശ്രീ അനീഷിന്റെ മകൾ ഐശ്വര്യ T അനീഷിനെ അനുമോദിക്കുന്നതിന് വേണ്ടിയും കൂടിയാണ്. ഐശ്വര്യ T അനീഷ് നമ്മുടെ സഹപ്രവർത്തകരായ സുപ്രഭ, രക്തകുമാരി, ശ്രീ പത്മിനി, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരള പ്രൈവറ്റ് കോളേജ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഫെഡറേഷൻ എല്ലാ വർഷവും നടത്തിവരാറുള്ള അവാർഡ് ദാനം ഇപ്രാവശ്യം അതിന് വളരെയധികം പുതുമകൾ നിറഞ്ഞതാണ്. സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലെ ജനിച്ചു വളർന്ന് നമ്മളിൽ ഒരുവനായ ശ്രീ അനീഷിന്റെ മകൾ ഒരുപക്ഷെ ലക്ഷക്കണക്കിൽ ആളുകളിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന അപാരമായ കഴിവ്, ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ചും ഇംഗ്ലീഷിനെ കുറിച്ചും ആ കുട്ടിക്കുണ്ടായിരുന്ന അപാരമായ കഴിവ്, ആ കഴിവ് തൻ്റെ 3 വയസ്സ് മുതൽ LKG വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്കൂളിൽ നിന്നും അല്പം താമസിച്ച് വന്നതിന് പുറത്താക്കി ഗെറ്റ് ഔട്ട് പറഞ്ഞപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് രക്ഷകർത്താക്കൾ അനീഷിനോടും ഭാര്യയോടും അമ്മയുടെ അച്ഛനോടും സങ്കടം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്ന നമ്മുടെ പ്രിയങ്കരിയായ അനീഷിന്റെ മകൾ ഐശ്വര്യ ഇന്ന് ഒരുപക്ഷെ കേരള സമൂഹത്തില് വ്യത്യസ്തമായ ഒരു കാൽവെപ്പ് നടത്തിയ അപൂർവമായ വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പ്രായത്തിൽ ഏകദേശം 400-ൽ പരം കവിതകൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി എഴുതുകയും പല പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ ഐശ്വര്യ ഒരു കോളമിസ്റ്റായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ അമേരിക്കയിൽ നിന്നിറങ്ങുന്ന ഒരു മാസികയിൽ കോളമിസ്റ്റായി പ്രവർത്തിക്കാനുള്ള ആ ഭാഗ്യം ഈ കൊച്ച് മിടുക്കിക്ക് കിട്ടിയപ്പോൾ അനധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കിട്ടുന്ന ഞങ്ങളുടെയും കൂടി ഒരു ഭാഗ്യമായി ഞങ്ങൾ ഇത് കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു 3 മാസത്തിന് മുമ്പേ ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ കൂടിയ യോഗത്തിൽ വെച്ച്
ഐശ്വര്യ അനീഷിനെ അഭിനന്ദിക്കണമെന്ന്, അതിന് പ്രഗത്ഭരായ ഏതെങ്കിലും വ്യക്തികളെ തന്നെ ഈ കോളേജിൽ കൊണ്ടുവരണമെന്നും ആഗ്രഹിച്ചത്. പക്ഷേ ഞങ്ങൾ നമ്മുടെ ബഹുമാനീയനായ ഗവൺമെന്റ് ചീഫ് വിപ്പ് ശ്രീ PC ജോർജ് സാറിനോട് ഞാനൊരു ടെലിഫോണിൽ കൂടെ മാത്രമാണ് ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിന്റെ അനുജന്റെ കുട്ടി മരിച്ച് ആ ദുഃഖത്തിലിരിക്കുന്ന ആ സമയത്താണ് അദ്ദേഹത്തെ ഒരു ടെലിഫോണിൽ കൂടി ബന്ധപ്പെട്ടപ്പോൾ വളരെ കാര്യമായി അദ്ദേഹത്തിന് ഞങ്ങൾ 29-ാം തീയതി ആണ് ക്ഷണിച്ചത്. അന്ന് അദ്ദേഹം തലസ്ഥാനത്തില്ല. 27-ാം തീയതി ആണെങ്കിൽ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്നെനിക്ക് വാക്ക് നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോഴും ഈ കുട്ടിയെ കുറിച്ച് അദ്ദേഹത്തിന് വാദോരാതെ എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി വന്നതിന് ശേഷം അനീഷിനെ വിളിക്കുകയും ആ കുട്ടിയുമായി സംസാരിക്കുകയും ചെയ്തു. അത്രയ്ക്ക് ഞങ്ങൾക്ക് അനധ്യാപക ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം ഇക്കാര്യത്തിലുണ്ട്. അദ്ദേഹത്തിന് ഈ PC ജോർജ് സാറിനെ തന്നെ ഈ ചടങ്ങിനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷവുമാണ്. ഈ അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നമ്മുടെ ഐശ്വര്യ അനീഷിനെ ആദരിക്കുന്ന ഈ ചടങ്ങ് വളരെ ഗംഭീരമായി തന്നെ നടക്കട്ടെ. അതുപോലെ നമ്മുടെ സർവീസിൽ നിന്നും വിരമിക്കുന്ന ഈ 30-ാം തീയതി വിരമിക്കുന്ന സുപ്രഭ, ഞാൻ സുപ്രഭയെല്ലാം ഒരു ദിവസം സർവീസിൽ കയറിയാണ്. 31 വർഷത്തെ സർവീസ് പൂർത്തിയാക്കി ഈ കോളേജിന് 30-ാം തീയതി നിന്ന് ഔദ്യോഗിക രംഗത്ത് നിന്നും യാത്ര തിരിക്കുകയാണ്. അതുപോലെ തന്നെ രക്തകുമാരിക്ക് സർവീസ് അല്പം കുറവാണ്. 22 കൊല്ലത്തെ സർവീസ് മാത്രമേ ഉള്ളൂ. രക്തകുമാരി ഈ 30-ാം തീയതി ഈ കോളേജിൽ നിന്നും ഔദ്യോഗിക രംഗത്ത് വിട പറയുകയാണ്. നമ്മുടെ പത്മിനിക്ക് ഞാൻ എന്റെ സർവീസിൽ കയറി 6 മാസം കഴിഞ്ഞ ശേഷമാണ് കയറിയത്. ഏകദേശം 30 വർഷം സർവീസ് പൂർത്തിയാക്കിയാണ്. ആ പത്മിനിക്കും എല്ലാവിധ ജീവിതത്തിന്റെ ഈ അവസാന കാലഘട്ടത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ജഗദീശനായ ഗുരുദേവൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി നമ്മുടെ ആരാധ്യനായ കേരളത്തിന്റെ വീരപുത്രൻ ശ്രീ PC ജോർജ് അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പറയട്ടെ. KPCMS ആഭിമുഖ്യത്തിലുള്ള യാത്രയയപ്പ് സമ്മേളനമാണ്. ആ യാത്രയയപ്പും അനുമോദനവും അനുമോദനം എന്ന് പറയുന്ന കുമാരി ഐശ്വര്യക്കുള്ള അനുമോദനമാണ്. ഐശ്വര്യപ്പറ്റി ഒരു വാക്ക് പറയട്ടെ. ലോകത്ത് അപൂർവ ജനസിൽപ്പെട്ട ചെടികളും മനുഷ്യരും ഒക്കെ എല്ലാം അപൂർവത്തിൽപ്പെട്ടതാണ്. അങ്ങനെ മനുഷ്യ ജനസിൽപ്പെട്ട് നോക്കുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊച്ചു മിടുക്കിയാണ് കുമാരി ഐശ്വര്യ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ഞാൻ കുറിച്ചു വെക്കാതെ പറയാം. ഐശ്വര്യയുടെ അച്ഛൻ അനീഷ് രാജു, അമ്മ താരി. അമ്മ എന്നാണ് ഞാൻ ആദ്യം അമ്മയെന്തി ഈ അമ്മയുടെ നല്ല വിത്തിൽ നല്ല ഫലമുണ്ടാവും. സംശയം. നല്ല പ്രാർത്ഥനയോടുകൂടി ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന് അവർ ജന്മം കൊടുത്തു. അതുകൊണ്ട് ആ കുഞ്ഞിങ്ങനായി എന്നുള്ളത് വേറെ കാര്യമൊന്നും പറയാം. മനസ്സിലായി? നല്ല ഫലം ഉണ്ടാകണമെങ്കിൽ നല്ല വിത്തായി. അപ്പോ പ്രിയങ്കര അനീഷ് രാജും ബഹുമാനപ്പെട്ട താരി നിങ്ങൾക്ക് സന്തോഷിക്കാം എന്നാണ് എനിക്ക് പറയാൻ. അല്ലാതെ കുമാരി ഐശ്വര്യപ്പറ്റി ഒരു ദീർഘമാണ് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ വേറെ കുഞ്ഞുങ്ങളോട് ഇരിപ്പുണ്ട്. അവരോട് എനിക്ക് വേറെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറയാം. ഐശ്വര്യ എന്ന് പറയുന്ന ഈ കൊച്ചു പെൺകുഞ്ഞ് 3ാമത്തെ വയസ്സ് മുതൽ ശ്രമം തുടങ്ങിയതാണ്. ഒരു മാറ്റം, അതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്. അതിനകത്ത് വരുന്ന ചരിത്രമൊക്കെ ഇവിടെ നമ്മുടെ പ്രിയങ്കരായ വെട്ടുകാട് അശോകൻ പറഞ്ഞതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു ടേണിംഗ് പോയിന്റ് ആണ് 3ാമത്തെ വയസ്സിലെ കുഞ്ഞുങ്ങളുണ്ടായത്.
ഞാൻ ആ കുട്ടിയോട് ചോദിക്കുക, നീ റഷ്യൻ ഭാഷ എങ്ങനെ ഇരിക്കുന്നു? വലിയ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. സ്പാനിഷ് ഭാഷ വളരെ എളുപ്പമാണ് നമുക്ക് പറഞ്ഞു. നമുക്കിതെല്ലാം ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് വേറൊരു വികസനം. ഞാൻ ജർമ്മൻ ചോദിച്ചു. ജർമ്മൻ എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷിന് തുല്യമായ ഒരു ഭാഷയാണ് അല്ലേ പറയാം. പക്ഷെ മോള് പറയുന്നത് സ്പാനിഷ് ഭാഷയാണ് പഠിക്കാൻ എളുപ്പമെന്നാണ്. ഇനി വയസ്സനാക്കാൻ അതിനൊന്നും പഠിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ചർച്ച ചെയ്ത് ഞാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ കുട്ടികളോട് എനിക്ക് പറയാനാണ്, നിങ്ങൾക്കും ഇത് കഴിയും. ഇത്രയും കഴിയണമെന്നില്ല. കാരണം പറയുന്നത് എൻ്റെ കഴിഞ്ഞുള്ള എൻ്റെ അടുത്ത തലമുറ, എൻ്റെ മക്കൾ, അവരുടെ ഐക്യവും എൻ്റെ ഐക്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 9 ഇരട്ടിയാണെന്നാണ് ശാസ്ത്രം അല്ലേ. ശാസ്ത്രം 9 ഇരട്ടിയാണ്. ആ 9 ഇരട്ടി എന്ന് പറയുമ്പോൾ 1 ഇരട്ടി എന്ന് പറയുന്നത് 30 times ആണ് വരുന്നത്. അപ്പം 9 270 times വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ ലേഖനങ്ങളൊക്കെ വായിക്കാറുണ്ട്. ഒരു ശാസ്ത്രജ്ഞന്റെ ലേഖനത്തിൽ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ഈ ഐശ്വര്യയുടെ കുഞ്ഞിന്റെ കാലത്ത് ഈ ലോകം എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഭൂമി കൊണ്ട് കുമാരി ഐശ്വര്യയ്ക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഭാവി. ഞാൻ പറയാതെ നല്ല ഭാവി ഉണ്ട് മകളെ. അപ്പൊ പിന്നെ എന്റെ പറച്ചിലേക്ക് കാര്യമില്ല. ദൈവാനുഗ്രഹ കുഞ്ഞാണ്. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇതുപോലെ കഴിയണോ? സംശയം. നിങ്ങളിൽ ഉള്ള ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ ഏതാണെന്ന് കണ്ടെത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെടാൻ പാടില്ല. എൻ്റെ മക്കൾ ഇരിക്കുന്നത് നിങ്ങളുടെ കഴിവുകളുണ്ട്, അത് ഇതുപോലെ പരിപോഷിക്കപ്പെടേണ്ട ആ കഴിവുകൾ ഏത് എന്ന് മാറ്റവെച്ച് നോക്കി നിങ്ങൾ സ്വയം ചിന്തിച്ച് ആ കഴിവുകളെ കൂടുതലായി പ്രശോഭിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ നിങ്ങൾ കുഞ്ഞുങ്ങൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാം. അങ്ങനെ ടോട്ടലായി വരുമ്പോൾ വരുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാടിനും സമൂഹത്തിനും അതിൻ്റെ ഐശ്വര്യവും ഗുണവും ലഭിക്കും, ലോകത്തിനും അതൊരു നേട്ടമായി മാറും എന്ന ചിന്തയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അപ്പോൾ തന്നെ ഞാൻ സ്വല്പം നീണ്ടുപോയി എന്നെനിക്ക് തോന്നുന്നു. ഇന്ന് യാത്രയിൽ വേണം സഹപ്രവർത്തകരായ ശ്രീമതി S. സുപ്രഭ 31 കൊല്ലം സേവനം ചെയ്തു. 31 കൊല്ലം സേവനം ചെയ്ത സുപ്രഭ എൻ്റെ 25 കൊല്ലം കൂടുതൽ ജോലി ചെയ്തെന്ന് അതൊക്കെ പറഞ്ഞ വഴക്കുണ്ടാവും. അതായത് ഒരു 20 വർഷം മതി. എല്ലാം ജനിച്ച മുഴുവൻ ആളുകൾക്ക് ജോലി കൊടുക്കണം. 20 years ഫുൾ പെൻഷൻ കൊടുത്ത് വിട്ടേക്കണം. വേറെ കച്ചവടം എന്തെങ്കിലും ചെയ്യണം, ബിസിനസ്സോ വ്യവസായമോ ഒക്കെ തുടങ്ങട്ടെ. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഫുൾ പെൻഷൻ അവർ മര്യാദയാണ്. ഇതിപ്പോൾ ഏക്കാൻ വിലന്നാകും പെൻഷൻ കൊടുത്ത് വിടുക, വീട്ടിൽ പോയി കുത്തിയിരിക്കുക, മക്കളെ വളർത്തി അടിച്ചു പോയി അല്ലേ. അല്ലേ എന്തേ സുപ്രഭ ഞാൻ ചോദിച്ചത്, മക്കളില്ലേ? അതിനെ വളർത്തണമെന്ന് തോന്നുന്നില്ലേ? ഇല്ലേ? പറയും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം? എനി ഡൗട്ട്? ഒന്നും ഐശ്വര്യമോളെ ഒന്ന് ചോദിക്കണം. എനിക്ക് ക്വസ്റ്റ്യൻ. ആറാട്ടുപള്ളി അതെന്താന്ന് വെച്ചാൽ, ഞാൻ യഥാർത്ഥം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്തത്ര മിനറൽ കണ്ടന്റുള്ള മേഖലയിൽ, അത് കൊല്ലം മുതൽ ആലപ്പുഴ, നമ്മുടെ കേരളത്തിന് തീരെ മുഴുവനുണ്ട്. ഒരു കിലോ മണ്ണിൽ നിന്നും 650 ഗ്രാം മിനറൽസ് ആയി. അത് ആറാട്ടുപുഴയാണ്. അതിന് താഴോട്ട് 20%. നമ്മുടെ തമിഴ്നാടിനൊക്കെ ഉള്ളത് ഒരു മാക്സിമം 20-25%. ഇവിടെ 65% മിനറൽസ് ആണ്. അതാണ് ഞാൻ ഏകദേശം ഒന്ന് കണക്കൂട്ടിയിട്ട് നമ്മുടെ IREയും KMM മര്യാദയ്ക്ക് ചെയ്താൽ ഒരു വർഷം 50,000 കോടി രൂപ ഉണ്ടാക്കാൻ. 50,000 കോടി രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കണം. കേരളത്തിലെ 3,31,00,000 ജനമാണ്.
50 കോടി ഉണ്ടാകാന്ന് പറഞ്ഞാൽ എത്ര രൂപ വന്നായി? ഓരോരുത്തരും ചുമ്മാ കൊടുക്കുക. മനസ്സിലായി? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ പ്രദേശമായി കേരളത്തിലെ മാറ്റാൻ കഴിയും ഈ കരിമണൽ മാത്രമല്ല. ചെയ്യാത്ത കാരണം എന്താ? തെണ്ടികൾ രാജ്യം വേണ്ടി നിൽക്കണ്ടേ? തെണ്ടികളും വേണമല്ലോ, അങ്ങനല്ലേ? അല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് എനിക്കത് ദുഃഖമുണ്ട്. ഞാൻ യുദ്ധം നിർത്തിയിട്ടില്ല. ഇന്നിപ്പം നേരെ പോകുന്നത് വ്യവസായത്തിൻ്റെ ഓഫീസിലോട്ടാണ്. 11 മണിക്ക് കാണാമെന്നാണ് പറഞ്ഞത്. ഞാൻ അത് കഴിഞ്ഞ് വരണമെന്ന് വേണ്ട. കാരണം പല കാര്യങ്ങളും അതിന് പ്രധാനപ്പെട്ട നമ്മുടെ KMM ചർച്ചയാണ്. കഴിയുമെങ്കിൽ അവിടുത്തെ എൻക്വയറി ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു 168 തൊഴിലാളികൾ പെർമനന്റ് ആക്കിയ തീരാവുന്ന പ്രശ്നമുണ്ട്. അവിടുത്തെ ഖനനം സുഖമായി പോകും. മോഷണം നിർത്താൻ കഴിയുന്ന ശ്രമം നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് മാത്രമേ ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നു. ടീച്ചർ, വേറെ ചോദ്യമൊന്നുമില്ലല്ലോ. ഈ ആർശങ്കർ വിനിയോഗ സമുദായത്തിന് വേണ്ടി പ്രയോജനം ചെയ്തു